ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അഥവാ നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ഒരു ടീമുകാരെ ഇതേപോലത്തെ കുറേ ആൾക്കാരുണ്ട്. ഇവർക്ക് വല്ല വട്ടാണോ ചോദിച്ചാൽ അതുമല്ല, അഥവാ എന്തെങ്കിലും പ്രശ്നമാണോ ചോദിച്ചാൽ അതുമല്ല. ബട്ട് ഇവർ എന്ത് ചെയ്താലും ഫേമസ് ആവും, എങ്ങനെയെങ്കിലുമൊക്കെ ഫേമസ് ആവും. ഇവരെ തള്ളി പറഞ്ഞൊന്നല്ല, ഇവര് നമ്മുടെ മുന്നേ വിട്ട കേസാണ്. എന്തായാലും ഞാൻ കണ്ണൊന്നും കിട്ടാത്തതുകൊണ്ട് എടുത്തിട്ടതാണ്. സോ ഇവരെ മനസ്സിലാവാത്തവർക്ക് ഈ ഒരു വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിരിക്കാം. നമ്മുടെ ടിക്ടോക്ക് കാലങ്ങളിൽ അതീവ വൈറലായ ആൾക്കാർ. ഇവരെ പിന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മലയാളിയിലെ കേസ്. സോ നമുക്ക് വായിക്കാം, ഇത് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റ് ബോക്സ് ഓൺ ആണെങ്കിൽ ഒരു കമൻറ്റും കൂടി ഇട്ടിട്ട് പോകാം. സോ നമുക്ക് നേരെ വീഡിയോ. എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഒറ്റ കാര്യം പറയാൻ വിട്ടുപോയത്. ഇതിൽ നല്ല പാട്ടൊക്കെ ഉണ്ട്. ഇവർ ഫസ്റ്റായിട്ട് ഇവരുടെ ചാനലിൽ വീഡിയോ ഇട്ട മുതൽ അവസാനം വരെ വീഡിയോ ഇട്ട് വരെ ഒരു പാട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവർക്ക് ഈ ഒരു പാട്ടിട്ടാലാണ് നല്ല രസത്തിൽ വരുള്ളൂ, എന്നുവെച്ചാൽ കുറച്ചും കൂടി ഇതുള്ളൂ. പക്ഷേ കോപ്പിറൈറ്റ് കൊണ്ട് മാത്രമൊന്നുമല്ല, വേറെ സാങ്കേതിക തകരാറ് മൂലം പാട്ടിടാൻ പറ്റിയില്ല. സോ നിങ്ങൾ വീഡിയോസ് കണ്ടോ. ഇവനേതാ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ വെറുതെ കണ്ണെന്ന് വെച്ചാൽ വല്ലാത്ത ജാതി കണ്ണയാണ്. അടുത്ത നോക്കാം. Hours later, 1 hour later. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. സോക്ക് കാണാം. അതുപോലെ തന്നെ സാധാരണ അല്ലെങ്കിൽ പാവപ്പെട്ട വീട്ടിൽ ജനിച്ച് ഒരു വലിയ വീട്ടിലെത്തിയ ഒരാൾ മോദി സർ, നമ്മുടെ പ്രധാനമന്ത്രി. വളരെ ചെറിയ വീട്ടില് അല്ലെങ്കിൽ സാധാരണക്കാരനായി ജനിച്ച് വളർന്ന് നമ്മുടെ പ്രധാനമന്ത്രിയായിരിക്കും. അതിന് കാരണങ്ങൾ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ സത്യസന്ധതയും ക്ഷമയും ഒക്കെ തന്നെയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ ഒപ്പം നീങ്ങാം, ഇന്ത്യയോടൊപ്പം നീങ്ങാം. എനിക്കിപ്പോ ഞാൻ പല ഷോപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ കൂടെ വേറെ രാജ്യത്ത് അല്ലെങ്കിൽ ദുബായ്, ചെന്നൈ, എല്ലാത്തിലും അങ്ങനെ ബോംബെ പോകാറുണ്ട്. അപ്പൊ എനിക്ക് ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ട്. ചെന്നൈയിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചന്ദ്രമേളങ്ങനെ തമിഴ് ചെയ്യുന്നുണ്ട്. അപ്പോ ഞാൻ വണ്ടിയിലുള്ള മേക്കപ്പ് ചെയ്യും, പയ്യെ മേക്കപ്പ് ചെയ്ത് അതാകുമ്പോൾ കുറച്ച് നേരം വന്ന് മുന്നോട്ട് മേക്കപ്പ് ചെയ്ത് പോകും. ആ സമയത്ത് ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ ചന്ദ്രമേള സ്റ്റേഷൻ കഴിഞ്ഞപ്പോ എനിക്ക് വണ്ടിയിലൊന്നും മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യം, അങ്ങനെ എഴുതാൻ പറ്റുമോ, ഇങ്ങനെ വരും. അതാണ് റോഡിന്റെ സ്ഥിതി. നിങ്ങൾക്കിതിൽ വലിയ പുതുമയൊന്നും ഉണ്ടാവില്ല, കാരണം നിങ്ങൾ കുറേ ഇതിൽ കണ്ടിട്ടുണ്ടാവും ഇവരെ തന്നെ. ഈ ചേച്ചീനെയൊക്കെ എത്ര ആൾക്കാർ ഊക്കി കൊന്നാലും ആള് കാണാനൊന്നും പോണില്ല. അതുകൊണ്ട് നമുക്ക് എത്ര ധൈര്യത്തിൽ നമുക്ക് അതിനെ റിയാക്ട് ചെയ്യാം. പക്ഷേ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒട്ടും എൻ്റെ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങി വരുന്നല്ലേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ഓണാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തൂടെ.
കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ബോക്സ് ഓണാണെങ്കിൽ കമൻറ്റും കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, സൈനിങ് ഔട്ട്.